വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത് വിഴിഞ്ഞം പദ്ധതി ആരുടെ പദ്ധതിയാണ് എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞം പദ്ധതിക്ക് മറ്റൊരു അവകാശി വരുന്നു, അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെതാണെന്ന് അവർ വാദിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വിഴിഞ്ഞം പദ്ധതി കഴിഞ്ഞ 10 വർഷമായി ശരിയായ ദിശയിലല്ല പോയത്, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലൊന്നും വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്ത് നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പദ്ധതി ആദ്യമായി കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ CPM-ഉം പിണറായി വിജയനും അതുപോലെ ദേശാഭിമാനിയും ഒക്കെ ഇതിനെ സമീപിച്ചത്. പിന്നീട് അത് അദാനി ബിഡ് വിജയിച്ച് അതിലേക്ക് വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 2016 പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായി ഇത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതിനകത്ത് ഈ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാതെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഔട്ടർ ഏരിയ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. റെയിൽ കണക്ടിവിറ്റിയുടെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുപോലെ റോഡ് കണക്ടിവിറ്റിയുടെ പുറത്തേക്കുള്ള ആക്സസും പുറത്തേക്കുള്ള അപ്രോച്ച് റോഡുകളും റീച്ച് റോഡുകളും ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ പോലും പൂർത്തീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം സമയം കിട്ടിയിട്ട് ഈ സർക്കാർ അദാനി ചെയ്യുന്ന പണിയുടെ ക്രെഡിറ്റ് എടുക്കുക എന്നല്ലാതെ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ അമ്പെ പരാജയപ്പെട്ടൊരു സർക്കാരാണ്. വിഴിഞ്ഞത്ത് ഒരു പോർട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് എങ്കിൽ അത് അദാനി കഴിഞ്ഞ 10 വർഷം കൊണ്ട് പണിയെടുത്തതാണ്. അതിനകത്ത് ബിഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം ആ പണി മുഴുവൻ നടത്തിയത് അദാനിയാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന കുറേ പണികളുണ്ടായിരുന്നു. റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചധികം എളുപ്പത്തിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമായിരുന്നു. അതുപോലെ റോഡിൻ്റെ റീച്ച് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയായിരുന്നു എങ്കിൽ കുറച്ച് ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലംസ് ഉണ്ട്. അത് സർക്കാർ നയപരമായും അല്ലെങ്കിൽ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് അതിന് കൃത്യമായ ഫണ്ട് കൊടുത്ത് അതിന് കൃത്യമായ ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തി അത് മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഈ പദ്ധതി ഒരു 10 വർഷം മുന്നോട്ട് വരുമായിരുന്നു. ഇപ്പം ഈ പദ്ധതിയെ ഒരു 10 വർഷം പിന്നോട്ട് വലിച്ചതായിട്ടാണ് എനിക്കിതിന് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് UDF പറയുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സർക്കാരിന് മുന്നോട്ട് പോകാൻ പരിമിതപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ആ കാര്യങ്ങൾ ഈ 3 മാസത്തിനകം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് റെയിൽ കണക്ടിവിറ്റിക്കുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ ഏകദേശം 3000 കോടി രൂപയോളം ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് വകയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും എല്ലാം തയ്യാറാക്കി തന്നെയാണ് ഒരു കൃത്യമായ മിഷൻ സമുദ്രയോടുകൂടി ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടിയാണ് ഈ സർക്കാർ വിഴിഞ്ഞത്തെയും അല്ലെങ്കിൽ മറ്റു പോർട്ടുകളെയും ഒക്കെ ഒരു പോർട്ട് സിറ്റിയാക്കി കേരളത്തെ മാറ്റുന്ന ഒരു മിഷനോട് കൂടി തന്നെയാണ് ഈ സർക്കാർ സമീപിക്കുന്നത്. അല്ല, വിഴിഞ്ഞം പദ്ധതിയിൽ വ്യക്തമായ പ്ലാൻ സർക്കാരിനുണ്ടെന്ന് പറയുമ്പോൾ പോലും തീരദേശം എടുത്താൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശം എടുത്താൽ നമുക്കറിയാം, മുതലപ്പുഴയാകട്ടെ വിഴിഞ്ഞം തന്നെ ആകട്ടെ, ഇവിടെയൊക്കെ തന്നെ സ്ഥിരമായി കടലിൽ പോകുന്ന ആളുകളെ കാണാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി ആ ഒരു വിഷയത്തിന്റെ പേരിൽ തന്നെ വലിയ രീതിയിൽ മുഖ്യമന്ത്രി വിമർശനമൊക്കെ കേട്ടിട്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന്. കഴിഞ്ഞ 10 വർഷമായി തീരദേശത്തുള്ളവർക്ക് വേണ്ടി കഴിഞ്ഞ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സിസ്റ്റത്തെ ഇത്രയും വലിയ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതും കഴിഞ്ഞ സർക്കാർ ആണെന്ന് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ ഇട്ട് നമുക്ക് വെറുതെ ഇരിക്കാനാകില്ലല്ലോ. അപ്പം ഇത്രയും വലിയ പദ്ധതികൾ ഉള്ള സർക്കാരിന് തീരദേശത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒക്കെ പദ്ധതികൾ ഉണ്ടാകുമോ? മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇത്രയധികം ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു മത്സ്യബന്ധന തൊഴിലാളി അല്ലെങ്കിൽ ഒരു മത്സ്യബന്ധന ബോട്ട് പുറംകടലിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് റീച്ച് ചെയ്യുന്നതിനുള്ള, അതിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനുള്ള പരിമിതപ്പെട്ട സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളൂ. ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു ഒരു വിവരസാങ്കേതിക വിദ്യയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ല 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ പോലും പരിമിതപ്പെട്ട സംവിധാനങ്ങൾ മാത്രമാണ്, സെർച്ചിങ് ഉപാധികൾ മാത്രമാണ് നമുക്കുള്ളത് എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഓവർകം ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഈ സർക്കാർ ഇടപെടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വൈകാരിക പ്രകടനങ്ങൾ സ്വാഭാവികമാണ്. കാണാതായ ആളെ കണ്ടുകിട്ടുന്നതിന് കുടുംബക്കാർക്കുള്ള അവരുടെ ആദിയും വ്യാധിയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അവരുടെ ആക്ഷേപങ്ങളെ കൃത്യമായി തന്നെ അതിൻ്റെ
സത്യത്തിൽ ഉൾക്കൊള്ളുകയും അവരുടെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളെ അതിനെ ആ രീതിയിൽ കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവർ നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ മറിച്ച് ഇനിയൊരു ദുരന്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകുമെന്ന് ഫിഷറീസ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്. അല്ല, ആ ഒരു വിഷയത്തിൽ വളരെ പക്വതയോട് കൂടിയാണ് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ഒരു പൂക്കിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു കൺവിൻസിങ് സ്റ്റാർ മുഖ്യമന്ത്രി കൂടിയാണെന്ന് പറയേണ്ടി വരും പലപ്പോഴും പല വിഷയങ്ങളിലും. കാര്യം വലിയ രീതിയിൽ ഒരാഴ്ച ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഒരു വ്യാഴാഴ്ച മുതൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വലിയ ചർച്ച ഉണ്ടാകുന്നു. ബുധനാഴ്ച മുഖ്യമന്ത്രി വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്, നന്നായി കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുന്ന ഒരു കൺവിൻസിങ് സ്റ്റാർ കൂടിയാണ് മുഖ്യമന്ത്രി. എന്നിരുന്നാൽ പോലും ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞു അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനല്ലേ അന്ന് CPM നോക്കിയത്? അത് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു അവസരം അത് വിനിയോഗിക്കുക എന്നുള്ളത് CPM-ന്റെ എല്ലാ കാലത്തുമുള്ള ശൈലിയാണ്. കഴിഞ്ഞ 10 വർഷമായി അവർ അധികാരത്തിൽ ഇരുന്നത് കൊണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറിച്ച് അവർ പല വിഷയങ്ങളിലും, അതിപ്പോൾ പ്രളയമായിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയായിക്കോട്ടെ, അവർ രാഷ്ട്രീയം പറയും, കൃത്യമായ രാഷ്ട്രീയം പറയും, അവർക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ VD സതീശനെയും പിണറായി വിജയനെയും കമ്പയർ ചെയ്യുമ്പോൾ ഫയലുകളിൽ ഒപ്പിടുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കപ്പെടേണ്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് A to Z പഠിക്കുന്ന, ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ നോളജുള്ള, ഏത് ചോദ്യം വന്നാലും ഒരു തുണ്ടുകടലാസിന്റെ ബലം പോലും ഇല്ലാതെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്നുള്ളത് രണ്ടും രണ്ട് തരത്തിലുള്ള വ്യത്യാസമാണ്. അദ്ദേഹത്തിന് സ്വന്തമായി പല പദ്ധതികൾ, പല ആശയങ്ങൾ, കേരളം കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷനുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ സമുദ്ര പോലെയുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീമുകൾ, അങ്ങനെയുള്ള പല പദ്ധതികളും കോൺഗ്രസിന്റെ വിഷനാണത്. 10 വർഷം കഴിയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാവേണ്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ വെൽഫെയർ ഫെസിലിറ്റീസ്, ഇതെല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പുതിയ യാത്ര നടത്തി എന്തെല്ലാം പോരായ്മകളാണ്, ഏതെല്ലാം തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നമ്മുടെ ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഏതെല്ലാം തരത്തിലുള്ള കൃഷി നമുക്ക് പുതുതായി ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഒരു ഫാമിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമോ, ഇവിടെ നിന്ന് എത്രത്തോളം കയറ്റുമതി കൂട്ടാൻ കഴിയും, അതുപോലെ തന്നെ നമ്മുടെ GDP എത്ര ഉയർത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായ പഠനവും കൃത്യമായിട്ടുള്ള ബോധ്യവും പരന്ന വായനയും ഉയർന്ന ചിന്തയുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ വിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അദ്ദേഹത്തിന് മറ്റൊരാളെ ആവശ്യമില്ല. കൃത്യമായി അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലും സ്പെസിഫിക് ആയി അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കും.